നീ ഒന്ന് വണ്ടി നിർത്തിക്ക. നീ എന്തിനാടാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഏട്ടാ ഇവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു. ആരും അറിയാതെ അങ്ങേരുത് കലക്കി തരും. ഇത് മൊത്തത്തിൽ കലങ്ങുന്ന ഏർപ്പാടാ നീ ചെയ്തു വെച്ചത്. എന്താണ്? എടാ മാള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാ ഇത്. അപ്പൊ എളുപ്പമായാലോ, മാളിനോട് വെച്ച് ഡോക്ടറെ കാണിച്ചു തരില്ലേ? കളയും. നീ വണ്ടി എടുത്തേ. ഇവനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? നോക്ക്. സുബൈദ. സുബൈദ? അതാരാ? തൽക്കാലം നീയാണ് സുബൈദ. ഞാനോ? യെസ്. ആർക്കെങ്കിലും സംശയം വരുവോടാ? നിന്റെ അളിയനും പെങ്ങളും ഈ മരുന്നല്ലേ? എന്റെ നെഞ്ച് തടവിത്തോടാം. നാണമില്ലടേ, വീട്ടിലെങ്ങും വെച്ച് ആയിക്കൂടെ? തിരിക്കേ മമ്മൂട്ടിക്ക അവിടെയല്ലേ? കിഡ്നിക്കല്ല ഇങ്ങോട്ട് വരാൻ. വാ, കിഡ്നിക്കല്ല അന്ന് വാ. അയ്യോ മമ്മൂട്ടിക്കല്ലേ ഇത്? എന്താ പറ്റിയത്? ഒന്നും പറയണ്ട ഗോപാലകൃഷ്ണ. മുംബൈ അധോലോകത്തിലെ ഒരു ദാദ എന്നോടൊരു കിഡ്നി ഓർഡർ ചെയ്തിരുന്നു. സമയത്ത് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ അവരെന്നെ പൊക്കി എന്റെ കിഡ്നി എന്നെ അങ്ങ് എടുത്തു. അത് തന്നെ വരണം. അവയവദാനം മഹാദാനം. കൺഗ്രാറ്റുലേഷൻസ്. വരൂ. ശരി. ഇതാര്? അത് വൈഫാ. ആരുടെ? കൂട്ടുകാരന്റെ. കൂട്ടുകാരന്റെ വൈഫ് എന്താ നിന്റെ കൂടെ? ഒരു അസുഖം. കൂട്ടുകാരന്റെ വൈഫിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അസുഖമല്ലല്ലോ, സുഖമല്ലയോ? അല്ലിക്ക ഇവർക്ക് ഭ്രാന്താം. ഇതെന്തിന്റെ ഭ്രാന്താണെന്ന് എനിക്ക് മനസ്സിലായി. പോകാം കോവലേട്ടാ. കൂട്ടുകാരന്റെ വൈഫ് സ്റ്റിച്ച് എടുത്തിട്ട് എനിക്കൊന്ന് കാണണം. അരുണേ വണ്ടിയുടെ കാണണേ. ഇയാള് കൊളവാക്കും. നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞു ഒന്നും ഇയാള് വിശ്വസിച്ചിട്ടില്ല. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാം. നീ അളിയൻ വരുന്നുണ്ടോ നോക്കാം. കാണണോന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് കാണാൻ വന്നോ? വിളിച്ചോണ്ട് പോടാ ഈ ഭ്രാന്തിയെ, എടുത്തോണ്ട് പോടാ ഓപ്പറേഷൻ തിയേറ്ററിൽ. കൊന്നുകളയും ഞാൻ. അയാളെ സംശയം തീർന്നല്ലോ. മൊത്തത്തിൽ തീർന്നു. വാ ഇരിക്കേ. സോറി, ഈ ഡോക്ടർക്ക് ഇനി സംശയം വല്ലതും തോന്നുന്നു. നീ ഒന്നും മിണ്ടാതിരുന്നേ. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. നല്ല കയ്യായത് കൊണ്ട് അയാളോട് പറഞ്ഞൊരു സീൻ ഉണ്ടാക്കണ്ട. സോറി. എടാ ഇവിടെ ഇരുന്ന ഇവൻ എന്നെ പീഡിപ്പിക്കും. സുബൈദ ഇങ്ങോട്ട് മാറിയിരുന്നോളൂ. ശരി ഗോപാലകൃഷ്ണ. സുബൈദ? ഗോപാലകൃഷ്ണൻ? നല്ല കൈയാടാ. വേണോ? വേണ്ട. ശവം. ഇങ്ങനെയുണ്ടോ വൃത്തികെട്ടവന്മാര്? എന്താ ഇവിടെ? സങ്കരയിനം വാഴവിത്തുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഒരെണ്ണം മേടിക്കാൻ വന്നു. ഓ വാഴവിത്ത്, വാഴവിത്ത്. ഇയാളാരാ? ആരാ അത്? കൂട്ടുകാരൻ. അല്ല, കൂട്ടുകാരന്റെ പെങ്ങള്. കൂട്ടുകാരന്റെ പെങ്ങൾ? ഓഹോ, ഇന്റർകാസ്റ്റ് മാരേജ് ആണല്ലേ? അല്ല, രജിസ്റ്റർ മാരേജാ. ഓ, രജിസ്റ്റർ മാരേജ്. എന്നായിരുന്നു? അടുത്ത മാസം. അടുത്ത മാസം എന്ന് പറയുമ്പോ സെപ്റ്റംബർ അല്ലല്ലോ, ഒക്ടോബർ. ഒക്ടോബറിലായത് കൊണ്ട് കൊള്ളാം. മാർച്ചിലായിരുന്നെങ്കിൽ ഭയങ്കര ചൂടും കുട്ടികളുടെ പരീക്ഷ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാനും പിന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചത്. അപ്പൊ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞില്ലേ? ഇല്ല, ബാക്കിയല്ലേ കഴിഞ്ഞല്ലേ? അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ കൊണ്ടുവന്നേടല്ലേ. എടാ നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? സ്വന്തം കൂട്ടുകാരുടെ പെങ്ങളെ ചതിച്ചിട്ട് വന്നിരിക്കുന്നു. നിന്നെയൊക്കെ എങ്ങനെ ഒരു കുടുംബത്തിൽ കയറ്റുന്നത്? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? ഭ്രൂണഹത്യ തെറ്റാണെന്ന കാര്യം നിനക്ക് അറിയില്ലടാ. എന്താ വയറ്റിൽ കിടക്കുന്ന ചോരക്കുജിനെ കൊല്ലാൻ നോക്കുന്നു? അല്ല ചേട്ടാ, അത് ഞങ്ങൾ. അതിനൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഒത്തി അമ്മ തൊട്ടിൽ കൊണ്ട്, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ ഞാൻ പൊന്നുപോലെ വളർത്താം. എന്തോ നിങ്ങൾ കാരണം ഇത് 4ാമത്തെ ആഘോഷന. ഇനി ഇങ്ങനെ വന്ന അവര് പോലീസിനെ വിളിക്കും എന്നാ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞ മോള് പൊക്കെ, ഞാൻ വരാം. ഭാര്യയാണോ? ഭാര്യയുടെ അനിയത്തി. ആരടുത്തും പറയല്ലേ. കൊണ്ട് തകർത്തോ. വൃത്തികെട്ടവൻ. അവ എന്നെ തെറ്റിദ്ധരിച്ചു കാണും.
എടാ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എനിക്കും ഉണ്ടായി. എനിക്ക് കൂടുതൽ ടെൻഷൻ വന്നാ ഉടനെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നു. ഒഴിക്കല്ലേ? ഇതൊക്കെ ഇട്ടോണ്ട് എങ്ങനെയാടാ ഒഴിക്കുന്നേ? നമുക്ക് എന്തെങ്കിലും നോക്ക, നീ വാ. ഹായ് പെട്ടെന്ന് വാ. ഹായ് ലേഡീസും ജെന്റ്സും കൂടി ഒരു ബാത്റൂമില്. ലേഡീസ് അവിടെ ആണല്ലോ. ഇതിലെന്തോ കുഴപ്പമുണ്ട്. കുറ്റി കിട്ടാ. ഹലോ, ഇതൊക്കെ മോശമല്ലേ? എന്ത് മോശം, ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേ? എന്നാലും ഇത്ര പബ്ലിക്കായിട്ട് ഇത് പബ്ലിക് അല്ലല്ലോ. അകത്ത് രണ്ടുപേരും കൂടെ എന്താ പരിപാടി? ഞങ്ങളിവിടെ ചപ്പാത്തി ചൂടുന്നു. പരത്താൻ ഞാനും കൂടെ സഹായിക്കട്ടെ. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ പട്ടാ പകല് പബ്ലിക്കായിട്ട് ഇത്ര വൃത്തിയോട് കാണിച്ചിട്ട് ചോദിക്കാമെന്ന ഞാൻ വൃത്തിയിട്ടവനാ? കാണിച്ചു തരാമടാ. എന്ത് കാണിച്ചു തരാന്നടാ? ഹലോ, ഒന്ന് നിന്നേ. വിടട്ടോ. ഏയ്, ഇയാൾക്ക് എന്താ വേണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ആശ്വാസമുണ്ട്. ആശ്വാസം ഉണ്ടാവുമല്ലോ. ഇയാൾ ആരാ ഇത്? ഇതാരാടാ? ഇതാരാന്ന്? ഭാര്യ. ഓ, അല്ല, പെങ്ങള്. എന്തോ? പെങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയുടെ. എടാ എടാ, ഇവിടെ പല അവന്മാരും പല അവളുമാരെയും ദിവസവും പറഞ്ഞു കേട്ട് ഇവിടെ കൊണ്ടുവരാറുണ്ട്. സത്യം പറയവളാരാന്ന്? കയ്യെ പിടിക്കരുത്, കയ്യെ പിടിക്കരുത്. ഞാൻ പറയാം. ഇത് കൊട്ടാരക്കര കോമളം, അല്ലെങ്കിൽ പന്തളം മോളി തന്നെ. ഇതാരാന്ന് പറയാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. ചേട്ടാ, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. സ്റ്റാഫ് റൂം ഉണ്ട്, ഞാൻ എല്ലാരെയും വിളിച്ചു വരുന്നു. നോക്കി നിൽക്കണ്ട അടി. നമ്പര് വേണോടാ നിനക്ക്? നമ്പർ ജീവിക്കാൻ സമ്മതിക്കില്ലടാ. കണ്ണു കാണാൻ പറ്റുന്നില്ല. എവിടെ പോന്ന്? കണ്ണൊന്നും വേണ്ട, ഇങ്ങോട്ട് പോടാ. പതുക്കെ 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 ദേ ഈ പാലങ്ങോട്ട് കുടി. അയ്യോ വേണ്ട, ഇപ്പൊ വേണ്ട. പിണങ്ങല്ലേ, ഈ പാല് കുടി. ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞ? അല്ലെ കൊന്നുകളയും ഞാൻ. ചുമ്മാ പറഞ്ഞ ചേട്ടാ, മോൻ കുടി. സുധി, നീ ഇതുവരെ കുളിച്ചില്ലേ? പെട്ടെന്ന് റെഡി ആക്കിയോ, നമുക്കൊരു പ്രസ് മീറ്റിന് പോണം. വേഗം. ദേ വന്നുടനെ എന്നെ വിളിക്കണം. ആൾക്കാരെ മുമ്പേ കൊണ്ട് പ്രദർശിപ്പിക്കാൻ പോവുകയല്ലേ, വിളിദോഷം ഉണ്ടാവും. സാരമില്ല, വന്നുടനെ അണ്ണ ഒന്ന് ഒഴിഞ്ഞിടാം. പിന്നെ കുരുത്തം കെട്ട പിള്ളേര് കാണും, വയറ്റിലൊന്നും തൊടാൻ സമ്മതിക്കരുത്. ഈ സമയത്ത് ആ കൊച്ചനക്കം വെച്ച് തുടങ്ങുന്നത്. അറിയോ, ഇത് എന്റെ വയറ്റ് വളരാനുള്ള കുഞ്ഞാ. എന്നിട്ട് എന്താ ഡോക്ടർ സമ്മതിച്ചില്ലേ? അപ്പൊ ഇവിടുത്തെ ഡോക്ടർ പറയുന്നു എന്റെ ബ്ലഡ് ഗ്രൂപ്പ് പോരാ, എനിക്ക് ആരോഗ്യസ്ഥിതിയില്ലെന്ന്. അതൊന്നും ആയിരിക്കില്ല. ഡോക്ടർ ഒരു സമയത്ത് ചിമ്പാൻസിയിലും കുരങ്ങിലും ഒക്കെ പരീക്ഷണം നടത്തിയിട്ടുള്ളതല്ലേ. വീണ്ടും അതേ ജീവിയിൽ തന്നെ നടത്തുന്നത് ബോറടിയായിരിക്കും. എന്റെ മോൻ പാല് കൂടി. അപ്പൊ കാശ് വാങ്ങിച്ചു കൊച്ചിനെ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. നിനക്കറിയോ, സമയാസമയം ഈ കൊച്ചിന് ആഹാരവും പാലൊക്കെ നിനക്കൊണ്ട് തരുന്നത് എന്റെ കൊച്ചിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. മക്കളെ, പപ്പയെ വിട്ട് പോവല്ലേടാ. ഇവൻ കൊടുത്താലും നീ എന്നെ വിട്ട് പോവല്ലേടാ. എന്റെ പൊന്നല്ലേടാ, പപ്പയെ വിട്ടിട്ട്. ഞാൻ എന്റെ സഹോദരി അയക്കുന്ന കാര്യമോ പറഞ്ഞേ. അതിന് നീ ഏത് കാട്ടിലാ കൊണ്ടുകളാ, എനിക്കെന്ത്? ഇത്തവണ ധർണയ്ക്ക് ഞാൻ മുമ്പിൽ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ നിൽക്കില്ല. കാരണം മിക്കപ്പോഴും അടി എനിക്കാണ് ആദ്യം. ഞാൻ അവിടെ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്, നീ അങ്ങോട്ട് ചെന്നാ മതി. ഗോപാലകൃഷ്ണൻ, ഈ സമയത്ത് കുറച്ച് ഓടുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതും വെച്ചോണ്ട് ബുദ്ധിമുട്ടാടാ. ബുദ്ധിമുട്ട് ഇറങ്ങി ഓർഡർ. അതേ നിന്റെ അളിയൻ വന്ന് നിൽക്കുന്നു. ഗോപാലകൃഷ്ണനല്ല. അയ്യോ, തല കുടിങ്ങോ? ആ പോയത് ഗോപാലകൃഷ്ണൻ അല്ലേ? അറിയില്ലാന്നേ. അയാൾ പിന്നെ എന്തിനാ ഓടിയത് എന്നെ കണ്ടപ്പോ? ഇയാൾക്ക് എന്താ വരയുടെ അസുഖമുണ്ടോ? എന്താ തിരയുന്ന? എന്റെ കാറ് കാണാനില്ല, അല്ല മൊബൈല് കാണാനില്ല. ഞങ്ങൾ സഹായിക്കണോ? വേണ്ട. ആ പോയത് ഗോപാലകൃഷ്ണൻ. അപ്പൊ അയാളുടെ കൂടെ നിങ്ങളുടെ പേരെന്താ? പാലാരിവട്ട ശശി. ശശി. അപ്പൊ അളിയനല്ല? അല്ല. വാടാ. ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? അയ്യോ, ചേട്ടനും ഗർഭമുണ്ടല്ലേ? നല്ല വയറ്. ഇനി ഗോപാലകൃഷ്ണനാണെന്ന് എനിക്ക് തോന്നിയായിരിക്കോ? ആയിരിക്കും. ഗോപാലകൃഷ്ണൻ നിങ്ങൾക്ക് അറിയോ? പാർട്ടിയിലെ അണികളാണെന്ന് പറഞ്ഞ് നടക്കും. ചേട്ടാ, എന്താടാ? പട്ടിയുണ്ടോ? എന്തിന്? ഒരു കൊറിയർ ഉണ്ടായിരുന്നു. പട്ടിക്കും കൊറിയറാ? ആരടാ അയച്ചത്? പട്ടിയെക്കാളും കഷ്ടമാണല്ലോ ഇയാള്. പറയടാ, ആരടാ അയച്ചത്? അല്ല, അത് ഡോക്ടർക്കുള്ളതാ. ഡോക്ടറിന്റെ കൊറിയർ നീ എന്തിനു പട്ടിക്ക് കൊടുക്കുന്നത്? അതല്ല ഏട്ടാ, എനിക്ക് അകത്തോട്ട് വരാൻ ഇവിടെ കിടക്കുന്ന പട്ടി കടിക്കൂ? ഈ പട്ടി കടിക്കൂല, തൊട്ട് താഴെ ഒരു പട്ടി കിടപ്പുണ്ട്, അത് ഉഗ്രനായിട്ട് കടിക്കും. തുറന്നു വിടട്ടാ. അയ്യോ, അതിനല്ല, എനിക്ക് ഡോക്ടർക്ക് കൊറിയർ കൊടുക്കണം. ഡോക്ടർ ഉണ്ടല്ലോ. ഡോക്ടറെ നീ ഉണ്ണിക്കാൻ വന്നതാ, അതാ കൊറിയർ കൊടുക്കാൻ വന്നതാ? കൊറിയർ കൊണ്ടുകൊട്. ചെല്ല്. ഇയാളെന്താ ചിമ്പാൻസിക്കുണ്ടായി? കൂട്ടിച്ചു പോണേ, പട്ടിയുണ്ട് കേട്ടാ. ശരി.
യെസ്, മുഹമ്മദ് കുട്ടി സ്ലീപ്പിംഗ് അല്ല സ്പീക്കിംഗ്. ആ, ലിവറ്, ഹാർട്ട്, ചെറുകുടൽ, വൻകുടൽ എല്ലാം മിതമായ വിലയ്ക്ക് കിട്ടുന്ന സ്ഥാപനമാണ് സേവകൻ അസോസിയേറ്റ്. നിങ്ങൾക്ക് എന്തുവാ വേണ്ടത്? എന്തുവാ? പ്ലീഹയോ? അതെന്തുവാ? ഇടോ, അതൊക്കെ ഈ സാധാരണ മനുഷ്യർക്കുള്ള സാധനമാണോ? എന്തോ പോടി ഓടിത്. പ്ലീഹ പോലും പ്ലീഹ. നമസ്കാരം സാർ. ഇരിക്ക്. എന്തുവാ നിങ്ങളുടെ പ്രശ്നം? ഓ, ഹലോ, ഹാർട്ടോ. അതെ, നിങ്ങളെ നാളെ വൈകിട്ട് വിളിക്കേ. ആ, ശരി. എന്താ നിങ്ങളുടെ പ്രശ്നം? അതായത് ഹലോ, ഭയങ്കര ബിസിയുള്ള ആളാ. ലിവറോ ആടിന്റെയോ? എടോ, ഇത് ഇറച്ചിക്കടയല്ല, മനുഷ്യന്മാരുടേതേ എടുക്കത്തുള്ളൂ. ശ്ശോ. ഇനി കാര്യം പറ, കൊടുക്കാനാന്നോ എടുക്കാനാന്നോ? കൊടുക്കാനാ. ഏത് പാർട്സാ? അത് ഈ കിഡ്നി ആണെങ്കിലോ? അത് കൊള്ളാം. പിന്നെ പ്രായം, ബ്ലഡ് ഗ്രൂപ്പ് ഇതിനെ ആശ്രയിച്ചായിരിക്കും വില. നിങ്ങളെ എത്രയായിരിക്കും ഉദ്ദേശിക്കുന്നത്? കുറച്ച് കൂട്ടി പറഞ്ഞു. ഒരു 10 ലക്ഷം 20 ലക്ഷം രൂപ. അത്രയൊന്നും കിട്ടത്തില്ല. മാർക്കറ്റ് വില 5 ലക്ഷം രൂപയാണ്. അതിന്ന് 20% എന്റെ കമ്മീഷനാണ്. 20%? ഇതൊക്കെ വലിയ വലിയ ഡോക്ടേഴ്സുമായിട്ടുള്ളൊരു ടൈപ്പാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട. 2 കിഡ്നി തന്നാലോ? 10 ലക്ഷം രൂപ. സമ്മതിച്ചു. അത് വേണ്ടടാ. പിന്നെ കാര്യം നടക്കണ്ടേ? അതല്ലടാ, എന്റെ കാര്യത്തിന് നിന്റെ ഒരു കിഡ്നിയും കൂടെ എടുക്കാന്ന് വെച്ചാ. എന്റെ കിഡ്നിയോ? നിന്റെ 2 കിഡ്നി കൂടെ കൊടുക്കുന്ന കാര്യമോ ഞാൻ പറഞ്ഞത്? ഒരാളുടെ 2 കിഡ്നി എടുത്ത് കൊടുത്താൽ ആള് തട്ടിപ്പോവും. ആണോ? അതെ, ഒരു കിഡ്നി തരം വളരെ അത്യാവശ്യമായതുകൊണ്ടാ. ഒരു 20 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തരണം. എല്ലാ ബോഡി പാർട്സും ഞങ്ങൾ എടുക്കും. ഒരു കാര്യം ചെയ്യും, ഈ 2 എണ്ണം ഉള്ളതിന്ന് നമുക്ക് ഓരോന്നും എടുക്കാം. ചിലപ്പോ 20 ലക്ഷം തികയുമായിരിക്കും. ഒന്നൊന്നേ, എല്ലാത്തിനും ഓരോന്നെടുത്ത പ്രശ്നമാവോ? അതെ, പ്രശ്നമാവും. അപ്പോ വേറൊരു നിവൃത്തി ഇല്ലല്ലേ? പിന്നെ ഇതിലും കൂടുതൽ വലുതെന്ന് എടുക്കാൻ ആള് വരുമ്പോ ഞങ്ങൾ അറിയിക്കാം. നിങ്ങളുടെ നമ്പർ ഓഫീസിൽ കൊടുത്തിട്ട് പോക്കോളൂ. ശരി. ഓ, ശരി. പോവാം. ഓ, 20 ലക്ഷത്തിന് കൊണ്ടുപോയി തിരിക്കല്. ഇവനക്ക് വേറെ പണി. അയ്യോ, എന്റെ കിട്ടിപ്പോയി.